കുറ്റാന്വേഷണ ചിത്രങ്ങളുടെ ഒരു നിർണായക ഘടകം തന്നെയാണല്ലോ ക്ലൈമാക്സ് വരെ നീളുന്ന സസ്പെൻസ്. കുറ്റവാളി ആര് എന്നുള്ള ആ സസ്പെൻസ് ചിത്രം ക്ലൈമാക്സിൽ എത്തുന്നതുവരെ നിലനിർത്തുന്നിടത്താണ് ഒരു കുറ്റാന്വേഷണ ചിത്രം പ്രേക്ഷക പ്രശംസ നേടുന്നത്. അങ്ങനെ തുടക്കം മുതൽ ചിത്രം അവസാനിക്കുന്നതുവരെ പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തിയ ഒരു കുറ്റാന്വേഷണ സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ കണ്ണികൂടി KG ജോർജ് സംവിധാനം ചെയ്ത് ഔസേപ്പച്ചൻ വാളക്കുഴി നിർമ്മിച്ച് 1990 പുറത്തിറങ്ങിയ ഒരു മലയാളം ക്രൈം ഡ്രാമ ചിത്രമാണ് ഈ കണ്ണികൂടി. ഏതൊരു ക്രിമിനൽ കുറ്റത്തിന് പിന്നിലും കുറ്റകൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും പ്രവൃത്തികളും അതിന്റെ കാരണക്കാരും ഉണ്ടാകുമല്ലോ. അവയെല്ലാം ഓരോ കണ്ണികളായി കണ്ടുപിടിച്ച് ബന്ധിപ്പിച്ച് ഒരു ചങ്ങല പോലെ തീർത്താണ് ക്രിമിനൽ കേസ് തെളിയിക്കുന്നത്. ഈ ചിത്രത്തിൽ കുറ്റകൃത്യത്തെ സംബന്ധിക്കുന്ന ഒരു കണ്ണി തേടിയുള്ള പോലീസിന്റെ തിരച്ചിലാണ് കഥാസാരം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, യഥാർത്ഥ പ്രതിയെ തേടിയുള്ള പോലീസിന്റെ അന്വേഷണം പോലീസിന്റെ നടപടിക്രമത്തിന്റെ ഭാഷയിൽ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തെ പോലീസ് പ്രൊസീജിയറൽ ഡ്രാമ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നവരുമുണ്ട്. എന്നിരുന്നാലും ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ സിനിമ ഒരു കുറ്റാന്വേഷണ സസ്പെൻസ് ത്രില്ലറായി മാത്രമേ കൂടുതൽ പ്രേക്ഷകർക്കും അനുഭവപ്പെടാൻ തരമുള്ളൂ. ഈ ചിത്രത്തിൽ അശ്വിനി, സായ്കുമാർ, സുകുമാരി, തിലകൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. തിരക്കഥ എഴുതിയിരിക്കുന്നത് S. ഭാസുരചന്ദ്രനാണ്. ഇനി ചിത്രത്തിന്റെ കഥയൊന്ന് നോക്കാം. ലൈംഗിക തൊഴിലാളിയായ കുമുദത്തെ സുഹൃത്തും ഒരു ഹോട്ടൽ മാനേജറുമായ തോമസ് കുമുദത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. തോമസ് മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ അവധിയുണ്ടെങ്കിൽ കുമുദത്തെ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ കുമുദത്തെ കാണാൻ തോമസ് വരുമ്പോൾ കുമുദത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഈ വിവരം തോമസ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു. പിന്നീട് സർക്കിൾ ഇൻസ്പെക്ടർ രവീന്ദ്രൻ നടത്തുന്ന അന്വേഷണമാണ് ചിത്രത്തെ ത്രില്ലിംഗ് ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിത്രം ഒരു കൊലപാതക അന്വേഷണത്തെ അടിസ്ഥാനമാക്കി ആണ് മുന്നോട്ട് പോകുന്നതെങ്കിലും കുമുദം എന്ന ലൈംഗിക തൊഴിലാളിയുടെ ജീവിതത്തിലെ ചില വൈകാരിക സംഭവ വികാസങ്ങൾ കഥാഗതിക്കൊപ്പം ഉൾപ്പെടുത്തിയത് കഥയ്ക്ക് അല്പം ഡ്രാമ ഫീലിംഗ് നൽകിയിട്ടുണ്ട്. ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം കൊല്ലപ്പെടുന്ന കുമുദം എന്ന ലൈംഗിക തൊഴിലാളി തന്നെയാണ്. കുമുദമായി അഭിനയിച്ചത് അശ്വിനി എന്ന തെലുങ്ക് നടിയാണ്. ഈ നടി പ്രധാനമായും അക്കാലത്ത് തെലുങ്ക്, തമിഴ് സിനിമകളിൽ സജീവമായിരുന്നു. അശ്വിനി വിവിധ ദക്ഷിണേന്ത്യൻ ഭാഷകളിലായി 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പോലീസ് ഓഫീസറായി വേഷമിട്ടിരിക്കുന്നത് സായ്കുമാറാണ്. സായ്കുമാർ ഈ കണ്ണികൂടി എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഒരു മുഴുനീള പോലീസ് ഓഫീസറായി വേഷമിടുന്നത്. അദ്ദേഹം ഒരു മികച്ച നടൻ തന്നെയാണ്, ഒരു സംശയവുമില്ല. എങ്കിലും അഭിനയ ശൈലിയിലും ശബ്ദവിന്യാസത്തിലും ഒരു KG ജോർജ് ചിത്രത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്വാഭാവികത കൊണ്ടുവരാൻ സായ്കുമാറിന് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചിത്രം കണ്ടവർ കമന്റ് ചെയ്യുമല്ലോ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ചിത്രത്തിൽ കുമുദമായി അഭിനയിച്ച അശ്വിനി എന്ന നടി 2012 സെപ്റ്റംബർ 23 ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഹോസ്പിറ്റലിൽ വെച്ച് കരൾ സംബന്ധമായ അസുഖത്താൽ മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരിക്കുമ്പോൾ അശ്വിനിക്ക് 45 വയസ്സായിരുന്നു. അശ്വിനിയുടെ മികച്ച ഒരു ചിത്രം തന്നെയാണ് ഈ കണ്ണികൂടി. അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു നല്ല കിടിലം സസ്പെൻസ് ത്രില്ലർ ചിത്രം തന്നെയാണ് ഈ കണ്ണികൂടി. ചിത്രത്തിലെ കുറ്റവാളി സാധാരണ പ്രേക്ഷകർ വിചാരിക്കാൻ സാധ്യത വളരെ കുറഞ്ഞ ഒരാൾ തന്നെയാണ്. കഥയിൽ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. പോലീസിന്റെ ക്രിമിനൽ നടപടിക്രമങ്ങൾ വ്യക്തമായി കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ചിത്രം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. ഈ ചിത്രം യൂട്യൂബിൽ ലഭ്യമാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുമല്ലോ. ഈ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.